നമസ്കാരം. ബഹിരാകാശത്തെ ഓരോ പുതിയ ചുവടുവയ്പ്പുകളും ഏറെ താല്പര്യത്തോടെയാണ് ശാസ്ത്രലോകം സ്വീകരിക്കുന്നത്. അത്തരത്തിലൊരു പുതിയ കണ്ടെത്തലിനെ കുറിച്ചാണ് ഈ വാർത്ത. ചൊവ്വയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉൽക്കാശിലകളിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സംയുക്തങ്ങളെ ചേർക്കാൻ കഴിവുള്ള ഒരു റോബോട്ട് കെമിസ്റ്റിനെ വികസിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഓക്സിജൻ നിർമ്മാതാവ് റോബോട്ട് കെമിസ്റ്റിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരമൊരു കണ്ടെത്തൽ ഭാവിയിലെ ചൊവ്വ ദൗത്യങ്ങൾക്ക് ഏറെ ഗുണകരമാകും. പ്രധാനമായും വിഭവങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലും ചൊവ്വ പര്യവേഷണ വേളയിൽ ഭൂമിയിൽ നിന്ന് ഓക്സിജൻ കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും കുറയും. ഇത് ശാസ്ത്രലോകത്തെ ഒരു വലിയ മുന്നേറ്റമായാണ് കണക്കാക്കുന്നത്. ചൊവ്വയിൽ ഭാവിയിൽ ദൗത്യ സംഘങ്ങളെ അയക്കുമ്പോഴും ഓക്സിജൻ ഉൽപാദനം ഏറെ പ്രയോജനപ്പെടും. ജീവൻ നിലനിർത്തുന്നതിനും മാത്രമല്ല, റോക്കറ്റുകൾക്ക് ഇന്ധനം നൽകുന്നതിനും വളരെ പ്രധാനമാണ്. ചൊവ്വയിലെ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞുകട്ടകളുടെ പ്രയോജനം യഥാസമയം നടത്തുക, ലോക്കൽ റിസോഴ്സ് കാര്യക്ഷമമായി അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കുക എന്നിവയും ഇതിലൂടെ ലക്ഷ്യമിടുന്നതായി സ്പേസ് കോം അഭിപ്രായപ്പെടുന്നു. ചൊവ്വയിലെ ഉൽക്കാശിലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ഉപയോഗിച്ച് വെള്ളം വിഭജിക്കുന്ന കാറ്റലിസ്റ്റുകൾ പര്യവേഷണത്തിനായാണ് AI കെമിസ്റ്റിനെ നിയോഗിച്ചിരിക്കുന്നത്. ലേസർ സ്കാനിംഗ് സംവിധാനം ഘടിപ്പിച്ച റോബോട്ട് പാറകളിൽ കാണപ്പെടുന്ന 6 മൂലകങ്ങളായ ഇരുമ്പ്, നിക്കൽ, മഗ്നീഷ്യം, അലൂമിനിയം, കാൽഷ്യം എന്നിവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ 100 കണക്കിന് തന്മാത്രകളെ തിരിച്ചറിഞ്ഞു. 6 ആഴ്ചയ്ക്കുള്ളിൽ 243 വ്യത്യസ്ത തന്മാത്രകളെ വേഗത്തിൽ സമന്വയിപ്പിക്കാനും സ്വയം പ്രവർത്തിക്കുന്ന AI കെമിസ്റ്റിന് സാധിച്ചു. ഇത് മറ്റേതൊരു രീതിയെക്കാളും വേഗത്തിലായിരുന്നു പ്രവർത്തിച്ചത് എന്നും ശാസ്ത്രലോകത്തിന് പ്രതീക്ഷയേകുന്ന കാര്യമാണ്. ചൊവ്വയെ പോലെ താപനിലയുള്ള ഗ്രഹത്തിൽ ജലം വിഭജിക്കാൻ കഴിയുന്ന സ്വയം പ്രവർത്തിക്കുന്ന ഉപകരണം പരീക്ഷിച്ച് വിജയിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ശാസ്ത്രലോകം. ഒരു മനുഷ്യ ശാസ്ത്രജ്ഞന് 2000 വർഷം വേണ്ടിവരുന്ന കാര്യമാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് AI കെമിസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈ പഠനത്തിൽ കാണിച്ച കാര്യക്ഷമത തന്നെ ഇത്തരമൊരു ഉപകരണത്തിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. AI സമീപനം ട്രയൽ ആൻഡ് എറർ എന്ന സ്ഥിരം രീതിയെ മറികടക്കുന്നുണ്ട്. AI പോലുള്ള സാങ്കേതിക വിദ്യയുടെ ദോഷഫലങ്ങൾ പലയിടത്തും ചൂണ്ടിക്കാട്ടുമ്പോഴും അവയ്ക്ക് ഇത്തരത്തിൽ പല മികച്ച പ്രവർത്തനങ്ങളുടെ കഴിവുകൾ രൂപപ്പെടുത്തിയെടുക്കാനുമാവുന്ന അത്തരത്തിലേക്ക് ഇവയെ കൊണ്ടുവരാൻ മനുഷ്യർ പരിശ്രമിക്കണമെന്നും ശാസ്ത്രജ്ഞർ ഉപദേശിക്കുന്നുണ്ട്. താപ വ്യതിയാനങ്ങൾക്കപ്പുറം അന്തരീക്ഷ ഘടന, എയർ ഡെൻസിറ്റി, ഹ്യൂമിഡിറ്റി, ഗുരുത്വാകർഷണം എന്നിവ കൂടി കണക്കിലെടുത്ത് ചൊവ്വയുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ തക്ക വിധത്തിൽ AI രൂപപ്പെടുത്തിയെടുക്കുന്ന നടപടി അടുത്ത ഘട്ടത്തിലാവും നടക്കുക. അതുകൂടി പൂർത്തിയാകുന്നതോടെ ചൊവ്വ പര്യവേഷണത്തിൽ ഒരു അവിഭാജ്യ ഘടകമായി AI കെമിസ്റ്റ് റോബോട്ട് കൂടി ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് തനിനിറം.